ജൂൺ 8 തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 5:30 ശുക്രൻ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറുകയാണ്. ശുക്രന്റെ ഈ രാശിമാറ്റത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ജൂൺ 2 മുതൽ വ്യാഴവും കർക്കിടകൻ രാശിയിലാണുള്ളത്. അപ്പോൾ ശുഭഗ്രഹങ്ങൾ ഒരു രാശിയിൽ ഒന്നിക്കുമ്പോൾ എല്ലാവർക്കും അത് പോസിറ്റീവ് ഫലം വർദ്ധിക്കും. ശുക്രന്റെ ഈ രാശിമാറ്റത്തിൽ ഒന്നിൽ കൂടുതൽ രാജയോഗങ്ങൾ കിട്ടും. ഹംസയോഗം, ഗജലക്ഷ്മി രാജയോഗം പോലെയുള്ള രാജയോഗങ്ങൾ രൂപപ്പെടും. സമ്പത്ത്, സമൃദ്ധി, ബിസിനസ്, സുഖസൗകര്യങ്ങൾ, കല, ഫാഷൻ, ദാമ്പത്യം ഇവയുടെയൊക്കെ ഗ്രഹമായ ശുക്രനും അതുപോലെ ധനം, ഭാഗ്യം, വിദ്യാഭ്യാസം ഇവയുടെയൊക്കെ ഗ്രഹമായ വ്യാഴവും കർക്കിടകൻ രാശിയിൽ ഒന്നിക്കുമ്പോൾ ശുക്രനും വ്യാഴവും കർക്കിടകൻ രാശിയിൽ ഒന്നിക്കുമ്പോൾ ചില രാശിക്കാർക്കും നക്ഷത്രക്കാർക്കും അവർക്ക് ഇതുവരെ ഉണ്ടായ തടസ്സങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടും. ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകും. പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. തൊഴിൽപരമായിട്ട് ഉന്നതി ഉണ്ടാകും. പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും. ധനഭാഗ്യയോഗം ഉണ്ടാകും. സന്താനങ്ങൾക്ക് ശുഭകാര്യങ്ങൾ നടക്കും. വിവാഹ ഭാഗ്യം, ദാമ്പത്യം നല്ലതാകും. ബിസിനസ്സിൽ, കൂട്ടു ബിസിനസ്സിലൊക്കെ ലാഭം വർദ്ധിക്കും. ആഗ്രഹങ്ങൾ നടക്കും. അതുപോലെ കലാകാരന്മാർക്കൊക്കെ നല്ലതാകും. സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകും. അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ കിട്ടുക എന്ന് നോക്കാം. മേടൻ രാശി, മിഥുനൻ രാശി, കർക്കിടകൻ രാശി, കന്നി രാശി, തുലാം രാശി, വൃശ്ചികൻ രാശി, മകരൻ രാശി, മീനൻ രാശി ഇവർക്കാണ് കൂടുതലായിട്ട് ഗുണങ്ങൾ കിട്ടുക. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കുക.